മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് ശ്രീനാഥ് ബാസി കേന്ദ്ര കഥാപാത്രമെത്തുന്ന പൊങ്കാല എന്ന് പറയുന്ന സിനിമ. നേരത്തെ ഞായറാഴ്ച ദിവസം ചിത്രം റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിത്രത്തിലെ അതിപ്രസരമായിട്ടുള്ള വയലൻസ് രംഗങ്ങൾ കൊണ്ട് തന്നെ സെൻസർ ബോർഡിന്റെ കട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ റിലീസ് നീട്ടിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസ് സംബന്ധിച്ച അപ്ഡേറ്റുകൾ എല്ലാം തന്നെ ലഭ്യമാകുമ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ശ്രീനാഥ് ബാസി, ബാബുരാജ്, കിച്ചു ടെരസ്, സമ്പത്ത് റാം, സാദിഖ് മുഹമ്മദ്, അരൻസിയർ റോയ് ലൂപ്പസ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി AB വിനിൽ അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പൊങ്കാല എന്ന് പറയുന്ന സിനിമ. ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ സിനിമ. സാമൂഹികവും രാഷ്ട്രീയമായിട്ടുള്ള അടിത്തറയിൽ രൂപപ്പെട്ട ശക്തമായിട്ടുള്ള കഥയിൽ ആക്ഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ചിത്രത്തിൽ നായകനെത്തുന്നു എന്ന പ്രത്യേകതയും പൊങ്കാല എന്ന് പറയുന്ന സിനിമയ്ക്കുണ്ട്. 2000 കാലഘട്ടത്തിൽ ഹാർബർ പശ്ചാത്തലമാക്കി വൈപ്പൻ മുനമ്പൻ തീരദേശത്തെ നടന്ന ഒരു സംഭവം കഥയാസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പുറത്തുനിന്ന ട്രെയിലറിനും ടീസറിനും സോങ്ങുകൾക്കെല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങളും വലിയൊരു വ്യൂവേഴ്സ് നേടിയെടുക്കാൻ തന്നെ സാധിച്ചിട്ടുണ്ടെന്നു. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു സക്സസ് ആകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ചിത്രത്തിൻ്റെതായിട്ട് പുറത്തു വന്ന ടീസറും ട്രെയിലറും എല്ലാം തന്നെ ഇപ്പോഴും സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആണ്. ചിത്രത്തിന് അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ 38 മിനിറ്റുമാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. നാളെയാണ് ചിത്രം തിയേറ്ററിലോട്ട് തന്നെ പോകുന്നത്. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് നാളെ പൊങ്കാല എന്ന് പറയുന്ന ശ്രീനാഥ് ബാസി ചിത്രം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.